ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന്. ഒരു നദിയും മറ്റൊരു നദിയും ചേർന്നാൽ ഇമ്മിണി വലിയ നദി. ഒരു മല മറ്റൊരു മലയോട് ചേർന്നാൽ ഇമ്മിണി വലിയ മല. എന്നാൽ പിന്നെ എന്തേ ഒരു മതം മറ്റൊരു മതത്തിനോട് ചേർന്ന് ഇമ്മിണി വലിയ ഒരു മതമാകാത്തത്? മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത്തരം സംശയങ്ങൾ ആദ്യകാലം മുതലേ ഉണ്ട്. സംശയങ്ങൾക്ക് പരിഹാരം മനനം ചെയ്യുന്ന മനസ്സും ചിന്തിക്കുന്ന ഹൃദയവും ആണ്. സ്വാഗതം ചിന്തയുടെ കടൽത്തിരമാലകളിലേക്ക്, മനനം ചെയ്യുന്ന മനസ്സിന്റെ യാത്രയിലേക്ക്, അശ്വമേധത്തിലേക്ക്. വെൽക്കം ടു ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. മത്സരാർത്ഥിയെ വിജയ വഴികളിലേക്ക് നയിക്കുന്ന വഴികാട്ടിയായ നോബിൾ ഗൈഡാണ് അശ്വമേധത്തിൽ ഈ ദിവസങ്ങളിൽ, ഈ പുതിയ പതിപ്പുകളിൽ നിങ്ങൾ കാണുന്നത്. ഈ ദിവസത്തെ അശ്വമേധത്തിന്റെ ആ നോബിൾ ഗൈഡ് ശ്രീമതി ഭാഗ്യലക്ഷ്മി. 5 തവണ വരെ ഓരോ റൗണ്ടിലും മത്സരാർത്ഥിയെ സഹായിക്കാൻ വി ഹാവ് എൻ IT സ്പെഷ്യലിസ്റ്റ് നിമ്മി അരുൺ ഗോപൻ. ഇനി ആരെ കാത്തിരിക്കുന്നു? ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി അഭിഭാഷകയാണ്. ഓഡിഷനിൽ വളരെ നന്നായി പെർഫോം ചെയ്തു. LLM കഴിഞ്ഞു. തിരുവനന്തപുരത്താണ് വീട്. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ അഡ്വക്കേറ്റാണ്. ഒപ്പം തന്നെ LLM ചെയ്യുന്നുണ്ട് കേരള ലോ അക്കാഡമിയിൽ. 10 വർഷം മുമ്പ് അശ്വമേധം കണ്ടിട്ടുണ്ട്. അന്ന് എനിക്കിതിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സാറ് എന്നോടൊരു വ്യക്തിയെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പറയാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഇതിൽ എനിക്ക് സമ്മാന തുകയേക്കാൾ വലുത് എനിക്ക് ഇതിൽ അവസരം കിട്ടിയതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുക എന്ത് കിട്ടും, എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നല്ലൊരു എമൗണ്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോട് എന്താണെങ്കിലും അതെൻ്റെ വർക്കിന് വേണ്ടി, എൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. So Advocate Jazina, please walk in. എന്തൊക്കെയുണ്ട് ജസീന വിശേഷങ്ങൾ? സുഖമാണ് സാർ. സുഖമാണ്. ജസീന പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഒരു 6 മാസമായതേ ഉള്ളൂ സാർ. LLM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അശ്വമേധത്തിന്റെ വിപരീത സമസ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യാഗവീഥിയിലൂടെ കടന്നു പോകണം, വേണ്ടേ? വേണം. സോ യാഗഭൂമിയിലേക്കാണ് ജസീന പ്രവേശിക്കുക. ഓൾ ദ ബെസ്റ്റ്. യാഗം പിന്നിട്ടിട്ട് നമ്മൾ ഈ ഹോട്ട് സീറ്റിൽ വീണ്ടും കാണും, അല്ലേ? സോ ജസീനയ്ക്ക് യാഗഭൂമിയിലേക്ക് സ്വാഗതം. അറിവിന്റെ അശ്വവീഥിയിൽ ഇനി ജസീനയുടെ ചിന്തയുടെ കുളമ്പടിയൊച്ചകൾ നമുക്ക് കേൾക്കാം. ചെറിയ ചോദ്യങ്ങളും വലിയ ഉത്തരങ്ങളുമാണ്. യാഗം. സോ ജസീന, നമ്മൾ യാഗവീഥിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ യാത്രയിൽ, ഈ ബൗദ്ധിക യാത്രയിൽ ജസീന ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ കരുതലുകളോടും കൂടി ആ സ്ഫടിക പാത്രത്തിൽ നിന്ന് ഒരു വിഷയം ജസീനയ്ക്ക് തരും. ക്രിക്കറ്റ്. ശരി ജസീന, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. 1000 രൂപയ്ക്ക് വേണ്ടി ജസീന ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ഞാൻ ഇപ്പോൾ പറയുന്ന വാചകം നേരോ നുണയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന ആത്മകഥ എഴുതിയ ക്രിക്കറ്റ് താരം കപിൽ ദേവ്. നേരാണോ നുണയാണോ? നുണയാണ്. ഞാൻ അധികം നുണകൾ പറയാറില്ല സാധാരണഗതിയിൽ. നേരാണ്. ശരിയാണ്. നേരത്തെ നുണയാണെന്നാണ് പറഞ്ഞത്. ഏതിൽ ഫിക്സ് ചെയ്യുന്നു? ശരിയാണ്. ശരിയാണ് എന്നതിൽ ഫിക്സ് ചെയ്യുന്നു. ജസീനയെ ഞാനൊന്ന് വഴിതെറ്റിക്കാൻ ശ്രമിച്ചതാണ് എന്ന് ജസീനയ്ക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറയില്ല. ഞാൻ വഴി തെറ്റിക്കാനല്ല, വഴി തെളിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ജസീന പറഞ്ഞ ഉത്തരം സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്, കപിൽ ദേവിന്റെ ആത്മകഥയാണ്. അത് ശരിയാണ് എന്ന ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപ ജസീന സ്വന്തമാക്കി കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് ജസീന, യു ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് റൗണ്ട്. മിർ റിയൽറ്റേഴ്സിന്റെ 2000 രൂപ സമ്മാനം സ്വന്തമാക്കാൻ വേണ്ടി അടുത്ത വിഷയം തിരഞ്ഞെടുക്കും. നന്നായി മിക്സ് ചെയ്തൊരു വിഷയം എടുത്തു. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന
2500 rupees ക്യാഷ് അവാർഡ് സ്വന്തമാക്കാനുള്ള ആ വിഷയം എന്താണ് ജസീന? മനുഷ്യൻ. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ മനുഷ്യൻ ആരാ? ഞാൻ 2 ഉത്തരങ്ങൾ നൽകും. അതിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തണം. എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്. ഫസ്റ്റ് ഓപ്ഷൻ എഡ്വിൻ ആൽഡ്രിൻ. ആലോചിക്കേണ്ട, ശരിയായ ഉത്തരമാണ് എഡ്വിൻ ആൽഡ്രിൻ. മൈക്കൽ കോളിൻസ് നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പവും. Congratulations, you have won rupees 2500 from Mir Realtors and you can move to the third stage. നമ്മുടെ മത്സരാർത്ഥിയെ 5000 രൂപയുടെ റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് വക്കീലെ, പണി പാളിയോ? പണി പാളി. എന്താ വിഷയം? കലാരൂപങ്ങൾ. കലാരൂപങ്ങൾ. ഏത് കലാരൂപമാണ് ഞെരളത്ത് രാമപൊതുവാളിനെ പ്രശസ്തനാക്കി? ഞാൻ 3 ഉത്തരങ്ങൾ തരും. അതിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തണം. ഞെരളത്ത് രാമപൊതുവാളിനെ പ്രശസ്തനാക്കിയത് ഏത് കലാരൂപമാണ്? ഗദ്ദിക, പടയണി, സോപാന സംഗീതം. സോപാന സംഗീതമാണ്. ഹരിഗോവിന്ദനെ പ്രശസ്തനാക്കിയത് സോപാന സംഗീതമാണ്. എങ്കിൽ ഹരിഗോവിന്ദന്റെ അച്ഛനായിരുന്ന ഞെരളത്ത് രാമപൊതുവാളിനെയും പ്രശസ്തനാക്കിയത് സോപാന സംഗീതം തന്നെയാണ് വക്കീലെ. Congratulations, you have won rupees 5000. ഒരു ചെറിയ പണി കൂടിയുണ്ട്. അതൊരു 10000 രൂപയുടെ ജോലി. ആ 10000 രൂപയുടെ ജോലി ഈ പൗളുകളിലല്ല, മറിച്ച് ഒരു കാഴ്ചയിലൂടെയാണ്. കാഴ്ച ജസീനയ്ക്ക് നൽകുന്ന പുത്തനറിവ് വിജയത്തിന്റെ വഴി തുറക്കുമോ ഇല്ലേ? നമുക്ക് കാണാം. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിനെയും നമ്മുടെ നാടിന്റെ കലാപൈതൃകങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണിത്. ഏതാണ് ഈ കലാരൂപം? തെയ്യമെന്നോ തിറയെന്നോ കഥകളിയെന്നോ എന്തെങ്കിലും ഒന്ന് പറയൂ. വേണമെങ്കിൽ അർജുന നൃത്തമെന്നും പറഞ്ഞോളൂ. കഥകളിയാകാം. ഇത് കഥകളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്, അല്ലേ? ഒരു സഹായം, എന്റെ വക ഒരു കൈ സഹായം. ഈ കലാരൂപം എങ്ങനെ അറിയപ്പെടുന്നുവോ ആ പേര് നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ഒരു കായിക പുരസ്കാരം മാത്രമല്ല, ഒരു സവ്യസാചിയെ. അർജുന നൃത്തം ആണോ? ഉറപ്പാണോ? 100% തീർച്ച. കുറിച്ചി PS കുമാരൻ എന്ന മഹാനായ കലാകാരൻ കേരളത്തിന്റെ ഹൃദയവേദികളിലേക്ക് പകർന്നുകൊടുത്ത അർജുന നൃത്തം എന്ന ഉജ്ജ്വലമായ കലാരൂപം തന്നെയാണോ? ജസീന പറഞ്ഞ ഉത്തരം തെറ്റല്ല. ജസീന പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ജസീന. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10000 രൂപ ജസീന സ്വന്തമാക്കി. ഇനി ജസീനയുടെ മുന്നിൽ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നുകിൽ 10000 രൂപ മതി, ഈ മത്സരത്തിന് ഞാൻ തുടരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാം. അല്ലെങ്കിൽ ധീരമായി ഈ കളിക്കളത്തിലേക്ക് ഇറങ്ങി മനസ്സിലൊളിപ്പിച്ച രഹസ്യങ്ങളുമായി എന്നെ ചലഞ്ച് ചെയ്യാം. 10 ലക്ഷം രൂപ സ്വന്തമാക്കാൻ വേണ്ടി പോരാടാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.